ഇലക്ഷന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ സ്കൂട്ടർ കത്തിച്ചതായി പരാതി. ഇന്നലെ രാത്രിയാണ് സംഭവമുണ്ടായത്. വണ്ടിപ്പെരിയാർ മഞ്ജുമല ഫാക്ടറിക്ക് സമീപം താമസിക്കുന്ന ഓമംഗലത്ത് വീട്ടിൽ ശശിയുടെ സ്കൂട്ടറാണ് സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചത്. പീരുമേട് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് അത്യാധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഏക സ്ഥാപനം ഫാബിസ് മൾട്ടി ജിം പാമ്പനാർ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ക്ഷീണത്തിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്താണ് സാമൂഹ്യ വിരുദ്ധർ വണ്ടിപ്പെരിയാറിൽ അഴിഞ്ഞാടിയിരിക്കുന്നത്. രാത്രിയുടെ മറവിലെത്തി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന് പുറകുവശത്തായി പാർക്ക് ചെയ്തിരുന്ന മഞ്ജുമല ഫാക്ടറി ഭാഗത്ത് താമസിക്കുന്ന ഓമംഗലത്ത് വീട്ടിൽ ശശിയുടെ സ്കൂട്ടറാണ് കത്തിച്ചത്. രാവിലെ നടക്കാനിറങ്ങിയ ആളുകളാണ് സംഭവം കാണുന്നത്. തുടർന്ന് ശശിയെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ശശി സ്കൂട്ടറിന് സമീപം എത്തി നോക്കിയപ്പോൾ പൂർണ്ണമായും കത്തി നശിച്ച അവസ്ഥയിലാണ് കണ്ടെത്തിയത്. ശശിക്ക് ആരുമായും ശത്രുതയുള്ളതായോ പ്രശ്നങ്ങളുള്ളതായോ ഇതുവരെയും അറിവില്ല എന്നാണ് പറയപ്പെടുന്നത്. തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ടായിട്ടും സാമൂഹ്യ വിരുദ്ധർ ഇവിടെ അഴിഞ്ഞാടുകയാണ് എന്നും സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി കാത്തിരിക്കുകയാണ് ശശി. വണ്ടി എന്നും ഇവിടെ തന്നെ ഒരുക്കിയിട്ട് പോകുന്നതാണ്. ഇത്ര വർഷങ്ങളായിട്ട് ഒരു കുഴപ്പമില്ല, ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പം ആദ്യമായിട്ട് ഇതാര് ചെയ്തു എന്തായൊന്നും ഒരു പിടിയില്ല. രാവിലെ ഇതിലെ നടക്കാൻ പോയ ആൾക്കാരാണ് കണ്ടിട്ട് വന്ന് എൻ്റെ വീട്ടിൽ വന്ന് പറയുന്നത്, ഇങ്ങനെ വണ്ടി ഇങ്ങനെ കത്തിക്കിടക്കെന്ന് പറയുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ വന്ന് നോക്കിയപ്പോൾ മുഴുവനും കത്തിച്ചാമ്പരെ കിടക്കുകയാണ്. പരാതി കൊടുത്തോ? ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്, സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന് നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ രണ്ടാമത്തെ സ്കൂട്ടറാണ് സാമൂഹ്യ വിരുദ്ധർ കത്തിക്കുന്നത് എന്നും ഇവിടെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കും വിധം സീറ്റ് കുത്തിക്കീറുകയും വാഹനത്തിൻ്റെ ബാറ്ററി അഴിച്ചുകൊണ്ടു പോവുകയും പെട്രോൾ ഒഴിച്ചെടുക്കുകയും ചെയ്യുന്നത് പതിവ് സംഭവമായി മാറിയിരിക്കുകയാണ് എന്നും അടിയന്തരമായി പോലീസിൻ്റെ നൈറ്റ് പെട്രോളിംഗ് ഉൾപ്പെടെ ഇവിടെ ഏർപ്പെടുത്തണമെന്നും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ബി ജോർജ് പറഞ്ഞു. ഇത് ഈ സംഭവം ആദ്യമായിട്ടല്ല, ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ബൈക്ക് കത്തിക്കുന്നത്. താഴെ നമ്മുടെ ടോണി എന്ന് പറഞ്ഞ ഓട്ടോ ഡ്രൈവറുടെ വീട്ടിന് ഫ്രണ്ടിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഒരു ബൈക്ക് കത്തിച്ച് ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. അതുമാത്രമല്ല, ഇവിടെ ബൈക്കിലൊക്കെ ഇപ്പോൾ രാത്രി പോകുന്നവർ ബ്ലേഡ് കൊണ്ട് കീറുക, പിന്നെ പെട്രോൾ മോട്ടിക്കുക, ഇങ്ങനത്തെ പരിപാടി ഇവിടെ കുറേ നാളായിട്ട് സംഭവിച്ചിരിക്കും. പല പരാതിയും നമ്മൾ വന്നിട്ടുണ്ട്. നമ്മൾ ആരെയാണെന്ന് വ്യക്തമായിട്ട് കാണാത്തതുകൊണ്ട് അറിയാത്തതുകൊണ്ട് ആരുടെ മേളിൽ നമുക്ക് പരാതി കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. എന്തെങ്കിലും ഒരു സൂചന ആരാന്ന് കൃത്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയല്ല നമുക്ക് ആരെയും വ്യക്തിപരമായിട്ട് നമുക്ക് പറയാനും പറ്റത്തില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ് തുടങ്ങിയ ലഹരി ഉപയോഗത്തിൻ്റെ തീക്ഷ്ണ അനുഭവിക്കുന്ന സാധാരണ ജനങ്ങളാണ് എന്നും പോലീസിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്നും വാർഡ് മെമ്പർ ലീലാമയും നാട്ടുകാരും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.